വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു വീഡിയോ ചെയ്തു, അതിനൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവും ഇതിനകത്ത് തരികയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ നമുക്കിത് ഇത് കണ്ടോ, ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റാണ് WB06F5977. നമ്മുടെയൊക്കെ പലരുടെയും മിക്കവാറും പേരുടെയും ഒരു സ്വഭാവമാണ് വണ്ടിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടിയെടുക്കുക. എന്നിട്ട് അത് 9 ആണോ 6 ആണോ 4 ആണോ 2 ആണോ ഇങ്ങനെ ഏതാണ് വരുന്നതെന്നൊക്കെ ഒന്ന് കണക്കൂട്ടി വെക്കുക. ചിലർ പറയും 6 വരുന്നെങ്കിൽ ഭാഗ്യമല്ല എന്ന് പറയും. അത് ചിലർ മറ്റൊരു സംഖ്യ പറയും, അല്ലെ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു നമ്പർ പ്ലേറ്റ് അത് അല്ലെങ്കിൽ കുറച്ച് സംഖ്യകൾ നേരത്തെ തന്നാൽ, നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ കൂട്ടി ഒറ്റ സംഖ്യയാക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? അതിനെപ്പറ്റി നമുക്കൊന്ന് ഒരു വീഡിയോയിലൂടെ നോക്കിയാലോ. അപ്പോൾ എളുപ്പമുണ്ട്, അങ്ങനെ ഒരു എളുപ്പ വഴി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ബ്ലണ്ടർ ആണെന്ന് വിചാരിക്കില്ലേ. സംഭവമുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെ വെക്കുവാണ്. 47,26,398. 47263998 ഇത്രയും സംഖ്യകളുണ്ട്. ഇതിനെല്ലാം തമ്മിൽ കൂട്ടി ഒരു ഒറ്റ അക്ക സംഖ്യയാക്കി മാറ്റാൻ എന്താണ് വഴി? സ്വാഭാവികമായിട്ടും 4+7+2+6+3+9+8 കിട്ടുമ്പോൾ എന്ത് കിട്ടുന്നുവോ അതിനെ തമ്മിൽ വീണ്ടും കൂട്ടി ഒറ്റ സംഖ്യ ആക്കുന്നു, അല്ലെ? ഇങ്ങനെ നമ്മളത് പെട്ടെന്നൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഈ പറഞ്ഞതുപോലെ 4+7+2+6+3+9+8+8 പോരാ, 2 അക്കമായി പോയി. വീണ്ടും നമ്മള് 39 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3+9 12. അതും പോരാ. 12 എന്ന് പറഞ്ഞാൽ 1+2 3. അപ്പോ 47,26,398 കൂട്ടി തമ്മിൽ കൂട്ടി ഒറ്റ സംഖ്യ ആക്കുമ്പോ കിട്ടിയ ഉത്തരം 3 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ ആ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അല്പം കടത്തിട്ടുണ്ട്. ആ മെത്തേഡ് നോക്കാൻ എളുപ്പമൊന്നുമില്ലാതെ എങ്ങനെയാണെന്ന് ഇരിക്കാം. നമ്മുടെ സംഖ്യ ഇതാണ്, 47,26,398. ഇനി ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ, ഇത് ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയെന്ന് മാത്രം അല്പം മനക്കണക്ക് വേണം. നോക്കിയേ, 9 കിട്ടും. തമ്മിൽ കൂട്ടിയാൽ 9 കിട്ടുന്നതിനെല്ലാം അങ്ങ് കളയുക. 7ഉം 2ഉം നമ്മൾ കളഞ്ഞു, 6ഉം 3ഉം നമ്മൾ കളഞ്ഞു. നമുക്കിനി അത് വേണ്ട. 6, 3, 9, 7, 2, 9 നമ്മളെല്ലാം കളഞ്ഞു. ഒരു 9 കിടപ്പുണ്ട്, അവനെയും കളഞ്ഞു. ഇനി ബാക്കി ആരൊക്കെയുണ്ട്? 4ഉം 8ഉം, അല്ലെ? അപ്പൊ 4+8 ഇവിടെയും എളുപ്പ വഴിയുണ്ട്. 4+8 എന്ന് പറഞ്ഞാൽ 3+9 അല്ലേ? കാര്യം 4ന്റെ 1 കടമ ഇപ്പുറത്തോടെ എടുത്താൽ ഇവിടെ 9 ആയി. 4 അത് 3 ആ 9നെ നമ്മൾ കളഞ്ഞു. ഇനി ബാക്കി ആരുണ്ട്? ബാക്കി. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 3 ആണ്, അല്ലെ? ഇനി നിങ്ങൾ തന്നെ പറയണം ഏത് രീതിയാണ് എളുപ്പമെന്ന്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ഉത്തരത്തിലേക്ക് പോകാം. ഈ ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നമ്മുടെ കണക്കിൽ അല്ലെങ്കിൽ കണക്കിലെ കളികളിൽ 9നുള്ള പ്രധാന സ്ഥാനമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്കൊരു പുതിയ സംഖ്യ എടുക്കാം. നമുക്ക് കഴിഞ്ഞ തവണ പോലെ നമുക്കിങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഉത്തരം 367 കിട്ടിയെന്ന് ഒരു ഉദാഹരണം വിചാരിക്കാം. 367 3+6+7 16 1+6, അല്ലെങ്കിൽ ആ 3ഉം 6ഉം കളഞ്ഞിട്ട് ബാക്കി 7 മാത്രം. ഉത്തരം 7. ഇനി എന്താ നമ്മൾ അടുത്ത പറഞ്ഞത്? അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പുകൾക്ക് 2 സ്റ്റെപ്പ് മുന്നേ ഉള്ള ആണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ നമുക്ക് തോന്നിയതുപോലെ പറയാം. എനിക്ക് തോന്നിയതുപോലെ പറഞ്ഞു. ഇപ്പൊ ഇതുവരെ എത്തിയപ്പോ നമ്മുടെ ഉത്തരം 7 എന്നാണ് വന്നത്. ഓക്കെ, ഞാൻ അത് എനിക്കറിയില്ല. നിങ്ങൾ കിട്ടിയ ഉത്തരം ഏതാണെന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കിട്ടിയ സംഖ്യയോട് 9 കൊണ്ട് ഗുണിക്കാൻ പറയുന്നു. ഇപ്പൊ ഇവിടെ കിട്ടിയ ഉത്തരം 7 ആണ്. 7 × 9 63. അവിടെ ഞാൻ നിങ്ങളോടൊപ്പം തുടങ്ങുന്നു. ഇപ്പൊ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അവരോടൊപ്പം തുടങ്ങുന്നു. 63. അപ്പൊ ഞാൻ 9 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ എല്ലാം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. 9 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും അവയുടെ
തമ്മിലുള്ള സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 9 തന്നെ ആയിരിക്കും. അപ്പോ ഇവിടെ എനിക്കറിയാം, ഞാൻ നിങ്ങളോട് 9 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു, എന്നിട്ട് അതിനെ തമ്മിൽ കൂട്ടി ഒറ്റ സംഖ്യയാക്കാൻ പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടിയത് 9 ആണ്. പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ്, ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ സ്റ്റെപ്പ് ഒന്നുകൂടെ പരിശോധിക്കുക. അതുമ്പോഴാണ് ഞാൻ അവസാനം കൊണ്ടുവന്ന് 26 9 ഗുണം എത്രയാണ്, ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നില്ല. 9 ഞാനത് തോന്നിയതുപോലെ പറഞ്ഞത്. അവസാനം 26, പിന്നെ 1 കുറച്ച് 25 ആയപ്പോൾ 5 2 7 എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ സംഖ്യയെ ഒന്നുകൂടി ആ സംഖ്യ കൊണ്ട്, അതേ സംഖ്യ കൊണ്ട് ഒന്നുകൂടി ഗുണിച്ചാൽ, അല്ലെങ്കിൽ സ്ക്വയർ എടുത്താൽ, ഇപ്പൊ 7 ആണെങ്കിൽ 7 ഗുണം 7 49, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 50. നിങ്ങൾക്ക് ഈ ഉത്തരം എവിടെ വേണോ എത്തിക്കാം. ഞാൻ 50 ആക്കിയത് നിങ്ങളെ മണ്ടന്മാരാക്കിയതാണ്. അപ്പോ ഇവിടെയും 9 എന്ന സംഖ്യയുടെ മാജിക് ആണ് നിങ്ങൾ ഈ കണ്ടത്. ഓക്കെ, അപ്പോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് അല്പം മനക്കണക്കും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് കുട്ടികളെയും മറ്റുള്ളവരെയൊക്കെ നമുക്കൊന്ന് അമ്പരപ്പിക്കാം. നമ്മൾ അവർ ചിന്തിച്ച വീഡിയോ അല്ല. നമ്മളൊരു 10 പേര് ഒരുമിച്ചിരുത്തിയാൽ ഈ 10 പേരും വിചാരിക്കുന്ന 10 സംഖ്യകളാണെങ്കിൽ, പക്ഷെ നമ്മൾ അവരെ ഒരു കണക്കിലൂടെ കൊണ്ടുവന്ന് അവർക്കെല്ലാം കിട്ടുന്ന ഉത്തരം ഒരേ സംഖ്യയാക്കി മാറ്റാൻ സാധിക്കുന്നു. അവിടെയാണ് നമ്മുടെ 9 എന്ന സംഖ്യയുടെ മാജിക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഇത് പരീക്ഷിച്ചു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.